ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘാവണി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് വേഗം തന്നെ പോവാം. ഇപ്പോൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഹെയർ ഫാള്, അല്ലെങ്കിൽ ഹെയർ കറക്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് നല്ല ഹെയർ ഫാള് കൂടുതലില്ലെങ്കിൽ പോലും ഹെയർ ഗ്രോത്ത് ഭയങ്കര കുറവാണ്. കാരണം എനിക്ക് ഓൾറെഡി അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഉള്ളിലോട്ട് മെഡിസിൻസ് എടുത്തിട്ട് പുറമെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എൻ്റെ ഹെയർ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് വൈസ് പോയി കഴിഞ്ഞാൽ എൻ്റെ ഹെയറിന് ഫലം ചെയ്യുള്ളൂ. എന്നുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ മുടിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. കാരണം മെഡിസിൻ വാങ്ങിയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എൻ്റെ ഹെയറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലോട്ട് ഞാൻ അതുകൊണ്ട് പോയിട്ടില്ല. ഞാൻ കാണിച്ച സമയത്ത് അയൺ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാലം മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം അതൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പോലും അതായത് എന്തെങ്കിലുമൊക്കെ അയൺ ഡെഫിഷ്യൻസി അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞ് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് റോസ്മേരി എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ ഫുൾ ഹെയർ കെയർ വീഡിയോസിൽ മൊത്തം റോസ്മേരി മാത്രമാണുള്ളത് അല്ലേ. റോസ്മേരി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ. എല്ലാവരും റോസ്മേരി വാങ്ങി യൂസ് ചെയ്തു. അതുപോലെ ഇപ്പോൾ പുതിയ ഷോർട്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, റോസ്മേരി ഉപയോഗിക്കരുത്, ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മുടി വളരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇത് കറക്റ്റ് ആണോ ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും റോസ്മേരിൻ്റെ വാട്ടർ വാങ്ങിയിട്ടോ. പേർപ്പിളിൽ തന്നെ റോസ്മേരിൻ്റെ ഒറിജിനൽ സാധനം ആബ്സ് ഗുഡ്നെസ്സിൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാലോ, ഇങ്ങനെ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് ശരിക്കും മുടി വളരുമോ, സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ റോസ്മേരിൻ്റെ വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഇതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം നോക്കാം. റോസ്മേരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മുടി വളരുമോ എന്നുള്ളത് ഒരുപാട് പേരെ ഡൗട്ടാണ്. അതോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിന് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഭയങ്കരമായിട്ട് വളർന്നു അങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് എല്ലാവരുടെയും സംശയം, റോസ്മേരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ചെയ്യുമോ എന്നുള്ളത്. സയന്റിഫിക്കലി പ്രൂവൺ ആണ് കേട്ടോ, ഹെയർ ഗ്രോത്തിന് നല്ലതാണ് റോസ്മേരി എന്നുള്ളത്. റോസ്മേരി എന്ന് പറയുന്നത് ശരിക്കും ഒരു ലീഫാണ്, ഒരു ചെടിയുടെ ലീഫാണ്. അത് നന്നായിട്ട് അത് ഭയങ്കര ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും. അതുപോലെ ഹെയറിൽ ബാക്ടീരിയ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ, കാരണം നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയില്ലേ, അങ്ങനത്തെ മുടി വളരാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ് റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ റോസ്മേരിയുടെ നോർമലായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറേ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറികളിലൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ്, നമുക്കിങ്ങനെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റോസ്മേരി നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ റോസ്മേരി സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ജനറലായിട്ട് റോസ്മേരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പക്ഷെ മെയിനായിട്ട് ഇപ്പം കുറേ പേര് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെയറിനും സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ റോസ്മേരി ടീ ഒക്കെ ഉണ്ട്. നമ്മൾ ഈ റോസ്മേരി ലീവ്സ് വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ അത് ഇട്ടിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ജനറലായിട്ട് റോസ്മേരിയുടെ ഗുണങ്ങളാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എന്താ പറയുക, ഒരു ചെടിയാണ് റോസ്മേരി എന്ന് പറയുന്നത്. അതിൻ്റെ ആ ലീവ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിങ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ള, ഹെയറിനും സ്കിന്നും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് റിസൾട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അതുപോലെ തന്നെ ആമസോണിലൊക്കെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ളതുണ്ട്. പക്ഷെ അതൊന്നും ഒറിജിനൽ പ്രൊഡക്റ്റ് അല്ല. ഇത് പേർപ്പിളിലാണ് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉള്ളത്. ഇങ്ങനെ ആൽപ്സ് ഗുഡ്നെസ്സിന് എഴുതിയിട്ടുള്ള ഇതുപോലത്തെ ഇങ്ങനെ എന്താ പറയുക, സ്പ്രേ ബോട്ടിലാണ് ഇത് വരുന്നത്. അപ്പം എനിക്കിത് യൂസ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എന്ന് വെച്ചപ്പോൾ ഞാൻ അത് ഇത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ള് ഞാൻ യൂസ് ചെയ്തതല്ല, വീട്ടിൽ വേറെയും ആൾക്കാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 മന്തിൻ്റെ മുകളിലായിട്ടുണ്ടോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ഹെയർ ഇഷ്യൂസ്, അയൺ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും തന്നെ ഹെയർ ഗ്രോത്ത് ഭയങ്കര കുറവാണ്. ഒരുപാട് കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വളരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ എൻ്റെ മുടിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഹെയർ ഗ്രോത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹെയർ വളരുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഈ ഇവർ പറയുന്നുണ്ടല്ലോ, യൂട്യൂബേഴ്സ് പലരും പറയുന്ന പോലെ ഒരു ഭയങ്കര വളർച്ചയൊന്നും എൻ്റെ ഹെയറിന് കണ്ടിട്ടില്ല. മേ ബി എനിക്ക് ഇതുപോലത്തെ ഉള്ളിലോട്ട് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്കില്ല. അതായത് ഉള്ളിലോട്ടുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി, അങ്ങനത്തെ കാര്യങ്ങൾ, അയൺ ഡെഫിഷ്യൻസി, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് യൂസ് ചെയ്ത റിസൾട്ട് കിട്ടും. കാരണം എനിക്കിത് യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഹെയറിനൊരു എന്തൊക്കെയോ ഒരു വളർന്നിട്ടൊന്നുമില്ല, പക്ഷെ ഒരു സ്ട്രെങ്ത് കൂടിയ പോലെയോ ഹെയറിനൊരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള അതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഇവർ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റോസ്മേരിയുടെ കോൺസെൻട്രേറ്റഡ് ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓയിൽ വാങ്ങാൻ കിട്ടും, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. അത് വേറെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ തന്നെ ഓൾറെഡി റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ റോസ്മേരി വാട്ടറും അതുപോലെ റോസ്മേരി എസെൻഷ്യൽ ഓയിലും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യുക. എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. വാട്ടറാണ് കൂടുതൽ നല്ലതെന്നാണ് പൊതുവെ സ്റ്റഡീസിലൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ റോസ്മേരി വാട്ടർ തന്നെ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ മിനോക്സിഡിൽ ഉണ്ടോ, മിനോക്സിഡിൽ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് തന്നെയാണോ ഇത്, അതിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. മിനോക്സിഡിൽ എന്ന് പറയുന്നത് ഒരു അലോപ്പതി ഡ്രഗ് ആണ്. അപ്പോൾ ബോയ്സിനൊക്കെ നമ്മുടെ കഷണ്ടി ഉണ്ടാവില്ലേ, അങ്ങനെ കഷണ്ടി ഉണ്ടാവുന്ന സമയത്ത്, അത് ബോയ്സിന് മാത്രമല്ല ഗേൾസിനും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു അലോപ്പതി ഡ്രഗ് ആണ് മിനോക്സിഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണോ ഇതിലുള്ളത് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിനോക്സിഡിൽ ആണോ ഇതിൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഹെയർ ഗ്രോത്ത് ഉള്ളത് എന്നുള്ളത്. ആക്ച്വലി ഇതിൽ മിനോക്സിഡിലിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും അടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കുറെ മുന്നേ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡീസിലൊക്കെ ഇങ്ങനെ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് മിനോക്സിഡിലും അതുപോലെ തന്നെ റോസ്മേരി യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുക, രണ്ടിനും സെയിം എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് മിനോക്സിഡിൽ യൂസ് ചെയ്തവർക്കും റോസ്മേരി യൂസ് ചെയ്തവർക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഏതൊരു സ്റ്റഡിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും മിനോക്സിഡിലൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും തന്നെ എഫക്റ്റ് റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇത് വാട്ടർ ഫോമിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ റോസ്മേരിൻ്റെ ഓയിൽ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്കുള്ള പോലെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല. അയൺ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ വൈറ്റമിൻ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നമുക്ക് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ മേ ബി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട്, വിസിബിൾ റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഏതൊരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു സംഭവം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനേക്കാൾ ഒരുപാട് ടൈം ഹെയറിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കും. ഇപ്പൊ പാരമ്പര്യമൊക്കെ ആയിട്ട് മുടി നന്നായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെയായിരിക്കും എന്തുണ്ടാവുക, ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പാരമ്പര്യമായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് മുടി വളരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മിനോക്സിഡിൽ ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ചില സൈഡ് എഫക്ട്സ് നല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അതൊരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ലല്ലോ. പക്ഷെ റോസ്മേരി എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും റോസ്മേരി ലീവ്സ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ റോസ്മേരി ലീവ്സ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ബോട്ടിൽ തന്നെ ഇങ്ങനെ വാങ്ങി യൂസ് ചെയ്യണമെന്നില്ല, അത് യൂസ് ചെയ്യാം. പക്ഷെ ഇതിൽ അതല്ലാതെ തന്നെ വേറെ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മേ ബി വീട്ടിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും മേ ബി ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇതിൽ ഫേക്ക് ആയിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാലം യൂസ് ചെയ്യാം കേട്ടോ. ഒരു എന്തായാലും 2-3 months ഒക്കെ യൂസ് ചെയ്യുക. കാരണം ഓരോരുത്തരുടെ ഹെയർ ടൈപ്പ് എല്ലാം ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പം റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ചിലവർക്ക് കുറച്ച് ടൈം എടുക്കും. ചിലവർക്കാണെങ്കിൽ ഒരു മന്ത് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യാം. പിന്നെ ഒരിക്കലും നിങ്ങൾ വാട്ടറും ഓയിലും ഒരുമിച്ച് യൂസ് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പാടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി ഇത്രയും അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവമാണെങ്കിൽ പോലും ചിലവർക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇച്ചിങ് കാര്യങ്ങൾ, അതുപോലെ ഹെയർ ഭയങ്കര ഡ്രൈ ആക്കുന്നു, ഹെയർ ഫോൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന് റീസൺ പ്രത്യേകിച്ച് ഒന്നുമല്ല, നമ്മുടെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണല്ലേ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹെയർ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഇപ്പോൾ റോസ്മേരി എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അത് എന്ത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് നല്ല റിസൾട്ട് തരുന്നതാണ്, നമ്മളത് നേരെ പോയി വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഹെയർ ടൈപ്പിന് പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് റിസൾട്ട് തരില്ല. നേരെ തിരിച്ചായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്ക് ഹെയർ ഫാള്, ഡ്രൈനെസ് ഒക്കെ റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
റോസ്മേരി ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ റോസ്മേരി വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ രീതിക്ക് ഇതിങ്ങനെ ഒരു പമ്പ് പാക്കേജിംഗ് ആണ്. അപ്പോൾ അത് ഓൺ ഓഫ് ബട്ടൺ ഒക്കെ ഉണ്ട്, ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അത് ഓൺ ഓഫ്. എന്നിട്ട് നിങ്ങൾക്ക് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നാണ്. സിമ്പിളാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഹെയർ സ്കാൽപ്പ് ഇങ്ങനെ വകച്ചിലെടുത്ത ശേഷം നമുക്ക് അതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് ഒക്കെ നിങ്ങളുടെ തലയിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് വെച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ തോന്നുകയാണ് യൂസ് ചെയ്യുമ്പോന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ കഴുകി കളയാം. അപ്പോൾ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാം. കുളിക്കുന്നതിന് മുന്നേ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് ഫുള്ള് തലയിൽ സ്പ്രേ ചെയ്ത ശേഷം മസാജ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് വെച്ച ശേഷം ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഹെയർ വാഷ് ചെയ്യാണ് ബെറ്റർ ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകിയാലും മതി. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വെച്ചാൽ നൈറ്റിലാണ്. നൈറ്റിൽ നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ പോലെ നൈറ്റിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എണീറ്റിട്ട് കഴുകി കളയാം. അതാണ് വേറൊരു മെത്തേഡ്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് പുറത്ത് പോകുന്ന സമയത്ത് യൂസ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിൽ റോസ്മേരിൻ്റെ ഓയിൽ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, ഓയിൽ നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്യുമ്പം ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. നമ്മളിപ്പോൾ വേറെ എവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കഴിഞ്ഞാൽ അതിനിങ്ങനെ പുറത്തുള്ള ഡേർട്ട് കാര്യങ്ങൾ, പൊടിയൊക്കെ പെട്ടെന്ന് എന്താ പറയുക ഓയിലോട്ട് അട്രാക്റ്റ് ആവും അല്ലെ, ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ പുറത്തേക്കൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പൊടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ സ്കാൽപ്പിൽ പറ്റി പിടിച്ചിട്ട് ഡാൻഡ്രഫ് ഒക്കെ കൂടാനും വേറെ എന്തെങ്കിലുമൊക്കെ സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഈ 2 രീതി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറേ പേര് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്. ശരിക്കും ഇത് ബോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വീക്ക്ലി ട്വൈസ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ട്വൈസ് തന്നെ, അഥവാ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീക്ക്ലി ഒരു 3 ടൈംസ് മാത്രമായിട്ട് യൂസ് ചെയ്യണം. അതിൽ കൂടുതൽ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങൾ റോസ്മേരി വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് അല്ലേ. അപ്പോൾ അത് 1-2 ഡ്രോപ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോർമൽ ഉള്ള ഒരു ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എന്താണ് സാധാരണ തലയിൽ തേക്കാൻ വേണ്ടി എടുക്കുന്നത്, വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഓയിൽ എടുക്കുക. അതിലേക്ക് ഇതിൻ്റെ 2-3-4 ഡ്രോപ്സ് ഇട്ട് മിക്സ് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഓയിൽ ഒന്നായിട്ട് എടുത്ത് സ്കാൽപ്പിലോട്ട് ഇടാൻ നിൽക്കരുത്. അത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫാൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ള എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഞാൻ 1 മന്തിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഒരു ഹെയറിന് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് തെറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 1-2 ബോട്ടിൽ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചിലപ്പോൾ ടൈം ഡിഫറൻസ് ഉണ്ടാവും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ബോയ്സിനും എന്താ പറയുക കഷണ്ടി സംഭവങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഇനി ഞാൻ ഇനി റീപർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡിഫറൻസ് വരികയാണ്, ഈവൻ എനിക്ക് ഇങ്ങനത്തെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റോസ്മേരി വാട്ടറോ അല്ലെങ്കിൽ ഓയിലോ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.